അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔലിയാക്കളുടെ വഴിയാണ്, സ്വാലിഹീങ്ങളുടെ വഴിയാണ്. അതിൽ ഹലാലായ സംഗതി മാത്രം ജീവിതത്തിൽ പകർത്തി മഹത്തുക്കളായ ആളുകൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പേരാണ് കള്ളത്വരീഖത്ത് എന്നുള്ളത്. കള്ളത്വരീഖത്തുകാർക്ക് പൊതുവെ അവരുടെ തടിച്ചയായിരിക്കും. അവരുടെ തടിക്ക് എന്താണോ ഇച്ഛിക്കുന്നത് അത് ചിലപ്പോൾ ലഹരി വസ്തുക്കളാകാം, അതല്ലെങ്കിൽ ഭോഗവസ്തുക്കളാവാം, പലതുമാവാം. അവർക്ക് വലിയ വീട് വേണം, ഒരുപാട് കാറ് വേണം, അതുപോലെ സൗകര്യങ്ങൾ വേണം. ചെല്ലുന്നിടത്തു നിന്നൊക്കെ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗിക്കാം. 1 2 3 4 പെണ്ണിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുരീദുകളുടെ പെണ്ണിനെ വേണമെങ്കിൽ ഷെയ്ഖിന് ഉപയോഗിക്കാം. ഷെയ്ഖ് കൊടുത്തത് എന്തും അവർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ അവർ തമ്മാടിത്തരങ്ങൾ മാത്രം നടത്തുന്ന ഒരു പരിപാടിക്കാണ് യഥാർത്ഥത്തിൽ വ്യാജ ത്വരീഖത്ത് എന്ന് പറയുക. അവർക്ക് ശരീഅത്തൊന്നും ഉണ്ടാവില്ല. എങ്കിൽ അവരാണ് ഉന്നതർ എന്ന് തോന്നുന്ന നിലക്കായിരിക്കും അവർ പൊതു സ്റ്റേജിൽ കയറിയിട്ട് പറയുക. അതിൽ മികച്ച ഉദാഹരണമാണ് നമ്മളെ ഒതുക്കുങ്ങൽ ഭാഗത്തുള്ള നൗഷാദും, തൊഴിയൂർ ഭാഗത്തുള്ള കുഞ്ഞമ്മദും, അതുപോലെ കീഴ്ശ്ശേരി ഭാഗത്തുള്ള സമദാനവരിയും. ഇവൻ്റെ ഷെയ്ഖാണല്ലോ കുരുവട്ടൂര്. നമ്മൾ പലപ്പോഴും പറയാറുള്ള വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ഈ കുരുവട്ടൂര് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ചങ്ങാതി പറഞ്ഞത്, എല്ലാ ഷവ്വാൽ പോലുള്ള ഷവ്വാലല്ല ഇനി വരാനിരിക്കുന്ന ഈ ഷവ്വാൽ, നമ്മളിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഷവ്വാൽ വലിയ സംഭവമായിരിക്കും എന്ന് പറയുമ്പോൾ ഇത്രത്തോളം പെടാപെടലിൽ വിടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. കാരണം എന്താ, ലോകത്തിൻ്റെ മൊത്തവും നിയന്ത്രണം ഏറ്റെടുത്ത കുരുവട്ടൂർ ഹക്കീമിൽ നിന്ന് തെർബിയത്ത് കിട്ടി എന്ന് പറയപ്പെടുന്ന, അതിൽ തന്നെ നായിബുകളാണ്, പകരക്കാരാണ്, അള്ളാഹുവിൻ്റെ പറഞ്ഞത് ഏറ്റുപറയുന്നതാണ്, അള്ളാഹ് പറഞ്ഞത് അത് മുറബിയായ ഷേഖിലൂടെ തൊള്ളയിലൂടെ വന്ന മൈക്കകളാണെന്ന് അവകാശപ്പെടുന്ന തെറിയൂർ കുഞ്ഞമ്മദിനെ പോലുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ അവർക്ക് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നാനുള്ള ആവേശം എന്നല്ലാതെ മതപരമായി ഒരു ആവേശം ഉണ്ടായിട്ടില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. തെറിയൂർ കുഞ്ഞമ്മദിൻ്റെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ദിക്ർ ചെല്ലുന്നതിന് മുമ്പ് ബീച്ചിലൂടെ നടക്കുന്നു. സ്റ്റേജിമ്മ കയറിയാലും വയല് പറയാനും പ്രസംഗിക്കാനും ഉഷാറാണ്. ആലിമീങ്ങളെ സ്റ്റേജിമ്മ കയറി തെറി പറയാനൊക്കെ ഉഷാറാണ്. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരമായി സ്റ്റേജ് കയറി തെറി പറയുന്ന മൂല്യരാജ്. ഞങ്ങൾക്ക് അതിൽ വേദന ഉണ്ട്. ആലിമീങ്ങൾ തെറിയനിൽ തൊടുപുയാറിന് ചങ്ങാതിയാണ്. മുമ്പ് പാവപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഇതുപോലെ കണ്ണൂർ പാർക്കിലേക്കൊന്ന് പോയ സമയത്ത് പിന്നാലെ ക്യാമറയും തൂക്കി പിടിച്ച് പോയ ഹംകീങ്ങളാണ് ഈ പറഞ്ഞ സാധനം. നമ്മൾ ഓർക്കണം, അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. ഏതാണെങ്കിലും ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ദിക്ർ ചെല്ലേണ്ട സമയത്ത് ഇങ്ങനെ ബീച്ചിലും പാർക്കിലും നടന്നപ്പോൾ ഇത് കണ്ടിട്ട് സാധാരണക്കാരായ ആൾക്കാർ അവർ പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചപ്പോൾ ഇയാൾ വന്നിട്ടില്ല, ബാക്കിയുള്ള സമയത്തൊന്നും വന്നിട്ടില്ലാത്തപ്പോൾ ചോദ്യം ചെയ്തതാണ്. ഇയാൾ ഈ വീഡിയോ എടുത്ത ആൾ പറയുന്നത് വിശുദ്ധമായ പണ്ഡിതന്മാരെ പച്ചമാംസം പച്ചക്ക് കടിച്ച് തിന്നുന്ന തൊടുപുഴാറിൻ്റെ ചങ്ങാതിയാണ്. തൊടുപുഴയല്ല, തൊഴിയൂർ കുഞ്ഞമ്മദ് പറഞ്ഞ ചങ്ങാതിയാണത്. അങ്ങനെയാണ്. അത് ആ ആവേശത്തിൽ അയാൾ വീഡിയോയിൽ മാറിയതാണ്. ഇത് തൊഴിയൂരിൻ്റെ മാത്രമല്ല, വിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും നട്ടുച്ച നേരത്ത് നോമ്പ് നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ മുമ്പിലൂടെ പരസ്യമായി തിന്നുന്ന വിഭാഗം ഉണ്ടെങ്കിൽ അതാണ് കുരുവട്ടൂരികൾ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് പോകാതെ ഏതെങ്കിലും മഖ്ബറിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുക എന്നതാണ് അവരുടെ പ്രത്യേക ഇബാദത്ത്. അത് ചില കള്ളത്വരീഖത്തേരൊക്കെ അങ്ങനെ തന്നെ. 5 വെല്ലുമ്മ 10 മോതിരട്ട് ഏതെങ്കിലും ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് ഔലിയാക്കളെ ഖബർ, അത് അറിയപ്പെട്ടതോ അറിയപ്പെടാത്തതോ ആയ ഔലിയാക്കളുടെ ഖബറിൻ്റെ സമീപത്ത് ചെന്നിട്ട് മേൾക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ടെങ്കിൽ പറയലെന്താ, അത് അങ്ങോട്ട് വലിച്ചത് കഞ്ചാവാണെങ്കിൽ ഇങ്ങോട്ട് അത്രയാണ് ഊതിയത്. ഒക്കെ വെറുതെ പറയല്ല, അതൊക്കെ ഈ ഹംകീങ്ങൾ മുമ്പ് പറഞ്ഞു വിട്ടത് ധാരാളമുണ്ട്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ദുനിയാവും ആഖിറും നഷ്ടപ്പെടുത്തേണ്ട രൂപപ്പത്. ഇനി നഷ്ടപ്പെടുത്താനുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോളി. ഈ വീഡിയോകളൊന്ന് കണ്ടോളിട്ടാ. അപ്പോൾ പൊന്നാര ഹബീബിങ്ങളെ, ഞാൻ ഈ വ്യക്തിയെ പിന്നെ അപഹസിക്കുകയോ പരിഹസിക്കുകയോ അല്ല.
ഈ വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഇയാളൊരു പ്രസ്ഥാനമാണ്, കുരുവട്ടൂരി പ്രസ്ഥാനം. ആ കുരുവട്ടൂരി പ്രസ്ഥാനത്തിൻ്റെ 3 മൈക്കുകളെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മൈക്കയാണ് തെറിയൂർ കുഞ്ഞമ്മദ്. ഓൻ്റെ കോലാപ്പത്. മല്ലാക്ക നിന്ന് പാത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എങ്ങനെ പാത്തും? ശർക്കര മുട്ടായി തിരിഞ്ഞു പാത്തുന്നത് പോലെ പാത്തും എന്ന് പറഞ്ഞതുപോലെ കുരുവട്ടൂരി ത്വരീഖത്തിൻ്റെ നായിബ് ഖലീഫയുടെ രൂപപ്പത്. ഇഷാ മഗ്‌രിബിൻ്റെ അടുക്ക് ബീച്ചിലും പാർക്കിലും കറങ്ങി നടക്കുക. അതും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട്. സാക്ഷികളല്ലേ പറയുന്നത്, നിസ്കരിക്കാൻ ഞങ്ങൾ പോയ സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളത്, നിങ്ങൾക്ക് എപ്പോഴാണ് നിസ്കാരം? ഇയാളപ്പോൾ പറഞ്ഞ ഞാൻ സാഫറാണെന്നാ. ഇയാൾ 9 കിലോമീറ്ററിലൂടെ സാഫർ. ഇയാൾക്ക് അതിന് കണക്കും കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം എന്ന് മാത്രമല്ല, വിവരമുള്ളവൻ കുളിച്ച് കുളത്തിൽ നിന്ന് പോലും കുളിച്ചിട്ടില്ലാത്തവൻ്റെ പേരാ തെറിയൂർ കുഞ്ഞമ്മദ്. ഇനി ഉള്ള വിവരം തന്നെ കള്ള ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പിടിക്കപ്പെടും. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പണ്ഡിതന്മാരുടെ പച്ചമാംസം കക്കും കരളും പൊന്മുൾ ഉസ്താദിൻ്റെയും പേരോടുസ്താദിൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അതിനെയാണ് പച്ചക്ക് തോന്നിയാസമായി അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവരൊക്കെ ദുനിയാവ് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ ഈ ബീച്ചിൽ വെച്ചിട്ട് നാടൻ ചെറുക്കന്മാരുടെ കയ്യാൽ അപകീർത്തിപ്പെടേണ്ട ഒരു ദുരവസ്ഥ വന്നത് അല്ലേ? നാടന്മാരായ ആൾക്കാർ കൈകാര്യം ചെയ്ത് ചോട്ടു, അല്ല മൂലയരെ ഈ രൂപത്തിലെത്താങ്ങൾ നിസ്കരിക്കാത്തത്. കാരണം എന്താ? സാധാരണക്കാരുടെ മനസ്സിൽ പോലും ഈ ജന്തുക്കളെ പറ്റിയൊരു മാപ്പ് ഉണ്ടാക്കാൻ കാരണമായി എന്നതാണ്. കള്ളത്വരീഖത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി നിന്ദ്യത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റേ 2 ഹംകിങ്ങളും കൂടി വേറെ ഉണ്ട്. അതിനിപ്പോൾ ഇന്നാൾ കീശ്ശേരിയിൽ നിന്ന് മറ്റേ നെച്ചലീനെ പിടിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഒരു നെച്ചലി ഉണ്ടല്ലോ, അളിയൻ്റെ അളിയൻ, അവനെ എന്താ വെച്ചാൽ നിസ്കരിക്കാൻ പോകാത്ത ജുമ എനിക്ക് ബാധകമല്ല കാരണം ഉണ്ടൊക്കെ ഊരി വിട്ടു എന്നാണ് ഞാൻ കേട്ടത്. എന്തേ കാരണം? കള്ളത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്തു, അതോടുകൂടി ശരീഅത്തില്ലാതെ പോയി. മദതില്ല എന്നാണ് പറയുന്നത്. എന്ത് മദത്? ഷിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവർ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് കള്ളക്കണ്ണീര് ഒഴിക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം CM വലിയുള്ളാഹിയെ വിളിച്ചുകൊണ്ട് കള്ളക്കണ്ണീര് ഒഴിക്കുന്നത്. ഇവർക്ക് സത്യത്തിൽ ഷെയ്ഖൂല കുത്തുബൂല ഒന്നുമില്ല. ചേക്കുട്ടിപ്പാപ്പാനെ പൂജിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ചേക്കുട്ടിപ്പാപ്പയാണ് അവരുടെ മൂർത്തി, അതിനാണ് അവർ പൂജിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത്?